സ്നേഹമുള്ളവരെ, 1 സാമുവേൽ 4-ാം അധ്യായത്തിലെ ചോദ്യോത്തര ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോഗോസ് ക്വിസിനായി ഒരുങ്ങുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 22 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 2, സാമുവലിന്റെ വാക്ക് ആദരിച്ചത് ആര്? ഉത്തരം ഇസ്രായേൽക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആര്? ഉത്തരം ഫിലിസ്തീർ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഇസ്രായേൽ ഫിലിസ്തീർക്കെതിരെ പാളയം അടിച്ചത് എവിടെ? ഉത്തരം എബനേസർ. ക്വസ്റ്റ്യൻ നമ്പർ 5, എവിടെയാണ് ഫിലിസ്തീർ ഇസ്രായേൽക്കാർക്കെതിരെ പാളയം അടിച്ചത്? ഉത്തരം അഫേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 6, ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ അണിനിരന്നപ്പോൾ പരാജയപ്പെട്ടത് ആര്? ഉത്തരം ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 7, എത്ര ആളുകളെയാണ് യുദ്ധക്കളത്തിൽ വെച്ച് ഫിലിസ്തീർ വധിച്ചത്? ഉത്തരം 4000 ആളുകളെ. ക്വസ്റ്റ്യൻ നമ്പർ 8, 4000-ഓളം ആളുകൾ ആരുടെ ആളുകളാണ് വധിക്കപ്പെട്ടത്? ഉത്തരം ഇസ്രായേലരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 9, ആര് പാളയത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഇന്ന് ഫിലിസ്തീർ നമ്മെ പരാജയപ്പെടുത്താൻ കർത്താവ് അനുവദിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചത്? ശേഷിച്ചവർ. ക്വസ്റ്റ്യൻ നമ്പർ 10, ഫിലിസ്തീർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ കർത്താവ് എന്തുകൊണ്ട് അനുവദിച്ചു? ഇത് ചോദിച്ചത് ആര്? ഉത്തരം ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 11, ശേഷിച്ചവർ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് എന്ത്? ഉത്തരം ഫിലിസ്തീർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? ക്വസ്റ്റ്യൻ നമ്പർ 12, എവിടെ നിന്ന് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാമെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം ഷീലോയിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 13, ഷീലോയിൽ നിന്ന് എന്ത് കൊണ്ടുവരാമെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 14, കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം അവിടുന്ന് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്നും നമ്മെ രക്ഷിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 15, 1 സാമുവേൽ 4:3 സമാനമായ വാക്യം. സംഖ്യ 10:35. ക്വസ്റ്റ്യൻ നമ്പർ 16, ഷീലോയിലേക്ക് ആളയച്ച് ആരുടെ മേൽ എഴുന്നള്ളി വന്നിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകമാണ് കൊണ്ടുവന്നത്? ഉത്തരം കെരൂബുകളുടെ മേൽ. ക്വസ്റ്റ്യൻ നമ്പർ 17, ഷീലോയിൽ നിന്ന് കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന എന്താണ് ആളുകൾ കൊണ്ടുവന്നത്? ഉത്തരം സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 18, കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകത്തോടൊപ്പം ഉണ്ടായിരുന്ന പുരോഹിതർ ആരെല്ലാം? ഉത്തരം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. ക്വസ്റ്റ്യൻ നമ്പർ 19, 1 സാമുവേൽ 4-ാം അധ്യായം 4-ാം വാക്യത്തിന് സമാനമായ പഴയ ഗ്രന്ഥഭാഗം. ഉത്തരം പുറപ്പാട് 25-ാം അധ്യായം 28-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 20, കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം എവിടെ എത്തിയപ്പോഴാണ് ഇസ്രായേൽ മുഴുവൻ ആർത്ത് വിളിച്ചത്? ഉത്തരം കൂടാരത്തിൽ എത്തിയപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 21, കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിൽ എത്തിയപ്പോൾ ആരാണ് ആർത്ത് വിളിച്ചത്? ഉത്തരം ഇസ്രായേൽക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 22, ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്ത് വിളിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 23, 4-ാം അധ്യായത്തിന്റെ ഏക ശീർഷകം എന്ത്? ഉത്തരം വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 24, വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു എന്ന 4-ാം അധ്യായത്തിലെ
ഭാഗങ്ങൾ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 6 മുതൽ 22 വരെ വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 25. ആ ശബ്ദം ഫിലിസ്തീർ കേട്ടു. ഏത് ശബ്ദം? ഉത്തരം കർത്താവിന്റെ വാഗ്ദാന പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽക്കാർ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ച ശബ്ദം. ക്വസ്റ്റ്യൻ നമ്പർ 26. എവിടെ നിന്ന് പുറപ്പെടുന്ന ഉഗ്ര അട്ടഹാസത്തിന്റെ സൂചന എന്താണെന്നാണ് ഫിലിസ്തീർ തിരക്കിയത്? ഉത്തരം ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 27. എന്ത് കൂടാരത്തിൽ എത്തിയെന്നാണ് ഫിലിസ്തീർ മനസ്സിലാക്കിയത്? ഉത്തരം കർത്താവിന്റെ പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 28. കർത്താവിന്റെ പേടകം കൂടാരത്തിൽ എത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭയചകിതരായത് ആര്? ഉത്തരം ഫിലിസ്തീർ. ക്വസ്റ്റ്യൻ നമ്പർ 29. കർത്താവിന്റെ പേടകം കൂടാരത്തിൽ എത്തിയപ്പോൾ പാളയത്തിൽ ആര് എത്തിയെന്നാണ് ഫിലിസ്തീർ പറഞ്ഞത്? ഉത്തരം ദേവന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 30. എവിടെ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണ് അവർ എന്നാണ് ഫിലിസ്തീർ പറയുന്നത്? ഉത്തരം മരുഭൂമിയിൽ വച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 31. മരുഭൂമിയിൽ വെച്ച് എങ്ങനെ ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാർ ആണെന്നാണ് അവർ പറയുന്നത്? ഉത്തരം നിരവധി ബാധകൾ കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 32. ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആര് നമ്മെ രക്ഷിക്കും? ഇത് ചോദിക്കുന്നത് ആര്? ഉത്തരം ഫിലിസ്തീർ. ക്വസ്റ്റ്യൻ നമ്പർ 33. ഫിലിസ്തീരോട് എങ്ങനെ യുദ്ധം ചെയ്യൂ എന്നാണ് 9-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ധീരതയോടും പൗരുഷത്വത്തോടും കൂടെ. ധീരതയോടും പൗരുഷത്തോടും കൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 34. ആരാണ് ഫിലിസ്തീർക്ക് അടിമകളായിരുന്നത്? ഉത്തരം ഹെബ്രായർ. ക്വസ്റ്റ്യൻ നമ്പർ 35. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തത് ആര്? ഉത്തരം ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 36. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ വലിയ ഒരു എന്താണ് നടന്നത്? വലിയൊരു നരവേട്ട. ക്വസ്റ്റ്യൻ നമ്പർ 37. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ എത്ര ഇസ്രായേൽ പടയാളികളാണ് നിലം പതിച്ചത്? ഉത്തരം 30,000. ക്വസ്റ്റ്യൻ നമ്പർ 38. ഫിലിസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഫിലിസ്തീർ കൈവശപ്പെടുത്തിയത് എന്ത്? ഉത്തരം ദൈവത്തിന്റെ പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 39. ഫിലിസ്തീനും ഇസ്രായേൽക്കാരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ വധിക്കപ്പെട്ട പുരോഹിതന്മാർ ആരെല്ലാം? ഉത്തരം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. ക്വസ്റ്റ്യൻ നമ്പർ 40. യുദ്ധരംഗത്ത് നിന്ന് ഓടി ഷീലോയിൽ എത്തിയ ആൾ ഏത് ഗോത്രജൻ ആയിരുന്നു? ഉത്തരം ബെഞ്ചമിൻ ഗോത്രം. 41. ബെഞ്ചമിൻ ഗോത്രജനായ ആൾ യുദ്ധരംഗത്ത് നിന്നും ഷീലോയിൽ എത്തിയപ്പോൾ എന്തു ചെയ്തു? ഉത്തരം വസ്ത്രം വലിച്ചു കീറുകയും തലയിൽ പൂഴി വിതറുകയും ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 42. ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ ഷീലോയിൽ എത്തിയപ്പോൾ ഏലി എവിടെ ഇരിക്കുകയായിരുന്നു? ഉത്തരം വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 43. എന്തിനെ കുറിച്ച് ആകുല ചിത്തനായിരുന്നു ഏലി? ഉത്തരം ദൈവത്തിന്റെ പേടകത്തെ കുറിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 44. ദൂതൻ പട്ടണത്തിലെത്തി വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ എന്താണ് ചെയ്തത്? ഉത്തരം മുറവിളിയൂട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 45. ദൂതൻ പട്ടണത്തിലെത്തി വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ മുറവിളി കൂട്ടിയത് കേട്ടത് ആരാണ്? ഏലി. ക്വസ്റ്റ്യൻ നമ്പർ 46. പടക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് എത്തിയ ദൂതനോട് ഏലി ചോദിച്ചത് എന്ത്? ഉത്തരം മകനെ, എന്ത് സംഭവിച്ചു? ക്വസ്റ്റ്യൻ നമ്പർ 47. ഇസ്രായേൽ ഫിലിസ്തീനുമായി തോറ്റോടിയപ്പോൾ നല്ലൊരു ഭാഗം ജനത്തിന് എന്ത് സംഭവിച്ചു? ഉത്തരം കൊല്ലപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 48. ദൈവത്തിന്റെ പേടകം
ഫിലിസ്തീർ കൈവശപ്പെടുത്തി എന്ന് കേട്ടപ്പോൾ ഏലിക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം: ഏലി വാതിൽ പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 49. വൃദ്ധനും ക്ഷീണിതനുമായ ഏലി കഴുത്തൊടിഞ്ഞ് മരിച്ചു. വൃദ്ധനും ക്ഷീണിതനുമായ അവൻ എങ്ങനെയാണ് മരിച്ചത്? കഴുത്തൊടിഞ്ഞ് മരിച്ചു. ഏലി മരിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? ഉത്തരം: 98. ക്വസ്റ്റ്യൻ നമ്പർ 51. എത്ര വർഷം ഏലി ഇസ്രായേലിൽ ന്യായാധിപൻ ആയിരുന്നു? ഉത്തരം: 40 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 52. ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തുവെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവവേദന ശക്തിപ്പെട്ട് പ്രസവിച്ചതാര്? ഉത്തരം: ഏലിയുടെ പുത്രനായ ഫിനെഹാസിന്റെ ഭാര്യ. ക്വസ്റ്റ്യൻ നമ്പർ 53. ഭയപ്പെടേണ്ട, നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ. ക്വസ്റ്റ്യൻ നമ്പർ 54. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിന് എന്താണ് പേരിട്ടത്? ഉത്തരം: ഇക്കാബോദ്. ക്വസ്റ്റ്യൻ നമ്പർ 55. ഇക്കാബോദ് എന്ന പേരിന്റെ അർത്ഥം? ഉത്തരം: മഹത്വമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 56. എന്ത് പിടിക്കപ്പെട്ടതിനാലാണ് മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്ന് ഏലിയുടെ മരുമകൾ പറഞ്ഞത്? ഉത്തരം: ദൈവത്തിന്റെ പേടകം. നന്ദി, നമസ്കാരം.